കൃഷ്ണനിലുള്ള വിശ്വാസം എന്നെ മാനസികമായി കരുത്തുള്ളവളാക്കി. ദൃഢസ്വരത്തിൽ ഞാൻ പറഞ്ഞു, സഖി, കൗരവ സഭയിൽ ദ്രൗപദിക്കുണ്ടായ ജുഗുപ്സാവഹമായ അപമാനത്തിന് കാരണകരമായ പാപികൾക്ക് ഉചിതമായ ശിക്ഷ ലഭിച്ചില്ലെങ്കിൽ ഭാരത ചരിത്രം നാരീദ്രോഹത്തിന്റെ കളങ്ക കഥകൾ കൊണ്ട് നിറയും. രാജാക്കന്മാർ കുൽസിതമായ കാമസമ്പൂർത്തിക്ക് വേണ്ടി സുന്ദരിമാരായ യുവതികളെ ഭർത്തൃഗൃഹത്തിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന് സഭയിൽ നഗ്നരാക്കി നിർത്തും. സ്ത്രീയുടെ നഗ്ന സൗന്ദര്യത്തെ കാമാസക്തിയോടെ നോക്കി രസിക്കുന്നത് ദുസ്വഭാവികളായ പുരുഷന്മാരുടെ വിനോദമായി തീരും. സഖി, എന്നെ രക്ഷിക്കുവാൻ അങ്ങുണ്ട്. എന്നാൽ ദുശാസനന്മാർക്കും ദുര്യോധനന്മാർക്കും ഈ പാപത്തിന്റെ ഫലം കിട്ടിയില്ലെങ്കിൽ ഭാവിയിൽ സ്ത്രീ സമൂഹം ഘോരമായ ദുർദിനങ്ങൾ നേരിടേണ്ടി വരും. മഹാരാജാവായ പാണ്ഡുവിന്റെ പുത്രവധുവും പാണ്ഡവന്മാരുടെ പത്നിയും ശ്രീകൃഷ്ണന്റെ പ്രിയ സഖിയുമായ ദ്രൗപദിയെ സഭയിൽ നഗ്നയാക്കുവാൻ ശ്രമിച്ചിട്ടും എന്തുകൊണ്ട് അവർക്ക് മരണം സംഭവിച്ചില്ല എന്ന് ആലോചിച്ച് ഞാൻ ആശ്ചര്യപ്പെടുന്നു. പാപികൾ എന്നെ നഗ്നരാക്കിക്കൊണ്ടിരുന്നപ്പോൾ മറ്റൊരു ഉപായവും കാണാതെ സീതാദേവിയെ പോലെ ഭൂഗർഭത്തിൽ അഭയം തേടാമായോ? ഞാൻ അപേക്ഷിച്ചിരുന്നുവെങ്കിൽ ഭൂമി രണ്ടായി പിളരുകയില്ലായിരുന്നു. എന്നാൽ ഞാൻ അങ്ങനെ ചെയ്തില്ല. ഞാൻ അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ എനിക്ക് ലജ്ജ മറയ്ക്കുവാൻ കഴിയുമായിരുന്നു. എന്നാൽ ഈ ദുഷ്ടന്മാർക്ക് ഒരു കാലത്തും തക്കതായ ശിക്ഷ ലഭിക്കുകയില്ല. ഭാവിയിൽ സ്ത്രീ സമൂഹത്തിന്റെ ഈ സമസ്യയ്ക്ക് സമാധാനം കണ്ടെത്തുക സാധ്യമാവുകയില്ല. സഹിഷ്ണുത സ്ത്രീക്ക് ആഭൂഷണമാണ്. എന്നാൽ അന്യായത്തിന്റെ മുൻപിൽ തലകുനിക്കുന്നത് സ്ത്രീധർമ്മമല്ല. ഭർത്താവ് അന്യായത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുകയും ഭാര്യ ഒന്നും മിണ്ടാതെ സഹായിക്കുകയും ചെയ്താൽ എല്ലാവർക്കും നാശം സംഭവിക്കും. ഭൂമിയിൽ പാപഭാരം വർദ്ധിക്കും. ആ പാപത്തിന്റെ ബലം നിർദോഷികളായ മനുഷ്യർക്കും അനുഭവിക്കേണ്ടതായി വരും. അതുകൊണ്ടാണ് ഇത്ര ഭയങ്കരമായ പീഡനവും അസഹ്യവുമായ അപമാനവും നേരിടേണ്ടി വന്നിട്ടും ഞാൻ ജീവിച്ചിരിക്കുന്നത്. സുഖവും സമ്പത്തും രാജകീയ സൗഭാഗ്യങ്ങളും എൻ്റെ ജീവിതത്തിന്റെ ലക്ഷ്യമേയല്ല. കൃഷ്ണയ്ക്ക് ഇന്ന് പുതുജന്മം ലഭിച്ചിരിക്കുന്നു. ജീവിതത്തിലെ അവിശേഷിച്ച ദിവസങ്ങൾ അന്യായത്തിനും അധർമ്മത്തിനും പാപത്തിനുമെതിരായി ഞാൻ പൊരുതും. ദുശാസനന്റെ ചോരയിൽ മുക്കി എൻ്റെ മുടി കെട്ടിവെക്കുമെന്ന് ഞാൻ പ്രതിജ്ഞയെടുത്തു. അതുവരെ ഈ മുടി എല്ലായ്പ്പോഴും അഴിച്ചിട്ടിരിക്കും. ഇതിൻ്റെ പേരിൽ ലോകം എന്നെ രാക്ഷസി എന്ന് വിളിക്കുന്നില്ലെങ്കിൽ വിളിച്ചുകൊള്ളട്ടെ. എന്നാൽ ലോകം ഒരു കാര്യം മനസ്സിലാക്കണം. സ്ത്രീ സൃഷ്ടിക്കുന്നവളാണ്, മംഗളമയാണ്, പാവികളെയും ദുഷ്ടന്മാരെയും സംഹരിക്കുന്നവളാണ്. സ്ത്രീ ദുർബലയാണെന്ന് കരുതി അവളുടെ മുടി പിടിച്ചു വലിക്കുകയും അപമാനിക്കുകയും ചെയ്ത ദുശാസനന്റെ ചോരയിൽ മുക്കി മുടി കെട്ടിവെക്കുമ്പോൾ സ്ത്രീ ഹൃദയം കോമളമാണെങ്കിലും ദുർബലമാണെന്ന് ലോകം മനസ്സിലാക്കും. ഏ കൃഷ്ണ, എൻ്റെ പ്രതിജ്ഞ പൂർത്തിയാക്കുവാൻ അങ്ങ് സഹായിച്ചില്ല എങ്കിൽ അങ്ങയുടെ ഈ സുന്ദര സൃഷ്ടി പാപഭാരത്താൽ തകർന്നടിയും. എൻ്റെ ദൃഢമായ വാക്കുകൾ കേട്ട് കൃഷ്ണൻ സന്തോഷിച്ചു. എന്നിൽ വിശ്വാസം ബലത്താക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, കൃഷ്ണേ, നിങ്ങളുടെ രോക്ഷവും പ്രതിജ്ഞയും ഉചിതമാണ്. നിങ്ങളെ അപമാനിച്ചവരും കാമാസക്തിയോടെ വീക്ഷിച്ചവരും പാപത്തെ പ്രോത്സാഹിപ്പിച്ചവരും എല്ലാം നിങ്ങളുടെ ഭർത്താവായ അർജുനന്റെ അമ്പുകളേറ്റ് യുദ്ധഭൂമിയിൽ മരിച്ചു വീഴും. മഹായുദ്ധത്തിൽ ദൃഷ്ടദ്യുമ്നൻ ദ്രോണനെ വധിക്കും. ശിഖണ്ഡി ഭീഷ്മരെ ഇല്ലാതാക്കും. ഭീമന്റെ ഗതയേറ്റ് ദുര്യോധനന്റെ തുടപിളരും. അർജുനന്റെ അമ്പുകൊണ്ട് കർണൻ വധിക്കപ്പെടും. നിങ്ങൾ കാരണം അസംഖ്യം ക്ഷത്രിയന്മാർക്ക് വിനാശമുണ്ടാകും. കൗരവസഭയിൽ നിങ്ങളെ പീഡിപ്പിച്ചതിന് ശേഷം ഈ ഭൂമിയിൽ യുദ്ധമുണ്ടാകാതെ തരമില്ല. യുഗയുഗങ്ങളായി ദുഷ്ടനിഗ്രഹം നടത്തുന്ന ഭൂമി ദേവിയുടെ മാരണം രക്തത്തിൽ കുതിരും. ആകാശം പൊട്ടിപ്പിളരട്ടെ. ഹിമാലയം പാതാളത്തിൽ ആണ്ടുപോകട്ടെ. സൂര്യചന്ദ്രന്മാർ ഭൂമിയിൽ അടർന്നു വീഴട്ടെ. ഭൂമണ്ഡലം 100 തുണ്ടുകളായി തീരട്ടെ. നിങ്ങളുടെ പ്രതിജ്ഞ പൂർത്തിയാക്കുക തന്നെ ചെയ്യും. പാണ്ഡവന്മാരെ സഹായിക്കുന്നതിൽ ഞാനൊരു കുറവും വരുത്തുകയില്ല. സഖി, വിഷമിക്കാതിരിക്കൂ. എൻ്റെ വാഗ്ദാനം ഒരിക്കലും മറിച്ചാവുകയില്ല. വിട പറയുന്ന സമയമായി. കുന്തിദേവി ദുഃഖപരവശയായി. അച്ഛനില്ലാതെ പിഞ്ചു കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരുവാൻ പാണ്ഡവ ഭക്തിയായ കുന്തി എത്ര ദുഃഖം സഹിച്ചു, എത്ര ആപത്തുകളെ നേരിട്ടു. ഭർത്താവ് രാജാവായിരുന്നപ്പോഴും ധൃതരാഷ്ട്രരുടെ അസൂയ കാരണം കുന്തിക്ക് രാജസുഖം നഷ്ടപ്പെട്ടു. വനവാസ ദുരിതം അനുഭവിക്കേണ്ടി വന്നു. ആ വനവാസകാലത്താണ് ഭർത്താവിന് മരണം സംഭവിച്ചത്. പുത്രന്മാരുടെ വിദ്യാഭ്യാസത്തിന് ശേഷം വീണ്ടും പ്രാണരക്ഷാർത്ഥം വനത്തിൽ പോകേണ്ടി വന്നു. ദ്രൗപദി വധുവായി വന്ന ശേഷം ലക്ഷ്മി പ്രസാദം ലഭിച്ചു. മക്കളുടെ സുഖജീവിതം കണ്ട് ശിഷ്ടകാലം സന്തോഷമായി കഴിച്ചുകൂടാമെന്ന് അമ്മ ആഗ്രഹിച്ചു. എന്നാൽ ദുഃഖം അവരുടെ കൂടപ്പിറപ്പായിരുന്നു എന്ന് പറയാം. ഇനി പുത്രന്മാർക്കും പുത്രവധുവിനും 13 വർഷം വനവാസം നടത്തേണ്ടിയിരിക്കുന്നു. അജ്ഞാതവാസകാലത്ത് കണ്ടുപിടിക്കപ്പെട്ടാൽ വീണ്ടും 12 വർഷം വനവാസം. ദശരഥ മഹാരാജാവിനെ പോലെ പുത്രന്റെ മുഖം കാണുവാൻ കഴിയാതെ പ്രാണൻ വെടിയേണ്ടി വരുമോ എന്ന് ആർക്കറിയാം. അമ്മ കുന്തി പുത്രന്മാരെ ഓർത്ത് വ്യാകുലയായിരുന്നു. ഞാൻ എൻ്റെ 5 പുത്രന്മാരെ ഓർത്തും വ്യാകുലയായി. ഏറ്റവും ഇളയ മകൻ്റെ മുലകുടി മാറിയിട്ടില്ല. 13 വർഷം ഈ കുഞ്ഞുങ്ങളെ കാണാതെ ഞാൻ എങ്ങനെ ജീവിക്കും? അവരെ കൂട്ടിക്കൊണ്ടുപോകുവാൻ ഒരു ഭയവുമില്ല. അവരെ സുഭദ്രയെ ഏൽപ്പിച്ചിട്ട് പോകാം. സുഭദ്രയുടെ അടുത്ത് അവർ സുഖമായി കഴിഞ്ഞുകൊള്ളും. അഭിമന്യു എനിക്ക് മാത്രം എത്രമാത്രം പ്രിയപ്പെട്ടവനാണോ അതുപോലെ എൻ്റെ മക്കൾ സുഭദ്രയ്ക്കും പ്രിയപ്പെട്ടവരാണ്.
പഞ്ചപാണ്ഡവന്മാരുടെ അമ്മമാർ രണ്ടാണ്, കുന്തിയും മാദ്രിയും. എന്നാൽ അവർ 5 പേരും ഏക ആത്മാക്കളാണ്. കുന്തിയുടെ കണ്ണുകൾക്ക് തുല്യരാണ്. സുഭദ്ര കുട്ടികളെയും കൂട്ടി കൃഷ്ണന്റെയും കൂടെ ദ്വാരകയിലേക്ക് പോകും. കുട്ടികൾക്കും അമ്മാവന്റെ വീട്ടിൽ പോകുവാൻ വളരെ സന്തോഷമാണ്. കുട്ടികൾ ദ്വാരകയിൽ താമസിക്കുന്നതിൽ ശ്രീകൃഷ്ണന് മതിയായ ആനന്ദമുണ്ട്. ഇതൊക്കെയാണെങ്കിലും കുട്ടികളെ വിട്ടിട്ട് വനത്തിൽ താമസിക്കുമ്പോഴുണ്ടാകുന്ന ദുഃഖം എത്രമാത്രമായിരിക്കുമെന്ന് പറഞ്ഞറിയിക്കുവാൻ വയ്യ. കുന്തിക്ക് മാത്രമേ അത് മനസ്സിലാക്കുവാൻ കഴിയൂ. അമ്മ ദുഃഖത്തോടെ എന്നെ സമാശ്വസിപ്പിച്ചു. മകളെ കൃഷ്ണയെ, നീ സ്വാധ്യാണ്, വിദ്യാവതിയാണ്. സ്വന്തം സ്വഭാവ ഗുണത്താൽ നീ 2 വശത്തെയും ഉജ്ജ്വലമാക്കി. നിന്നെ എന്തു പറഞ്ഞ് സ്വാന്തരിപ്പിക്കണം? ദുഃഖവും പരിഭവവും കാരണം എൻ്റെ പുത്രന്മാരോട് ഉദാസീനത കാണിക്കരുത്. ഭീമന്റെ വയറിൻ്റെ കാര്യം ശ്രദ്ധിക്കാൻ. നകുല സഹദേവന്മാരെ നല്ലതുപോലെ നോക്കിക്കൊള്ളാം. അവരാണല്ലോ ഇളയവർ. ഒരു അപേക്ഷ കൂടെ ഉണ്ട്. കർണനോട് ക്ഷമിക്കണം. നിന്നോടുള്ള അവൻ്റെ പെരുമാറ്റം അങ്ങേയറ്റം ദുഃഖകരമായിരുന്നു. സംസർഗ ദോഷം കാരണമാണ് അങ്ങനെ പെരുമാറിയത്. നിന്റെ ദൃഢപ്രതിജ്ഞ എൻ്റെ ഹൃദയത്തെ പിടിച്ചുലച്ചു. കർണൻ നിർദോഷിയാണ്. ബാല്യകാലം മുതൽ അനുഭവിക്കേണ്ടി വന്ന അപമാനത്തിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെ പെരുമാറിയത്. അവൻ സ്വഭാവേന മാന്യനും വിനീതനും സൽസ്വഭാവിയുമാണ്. അവനോട് ശത്രുത വെച്ച് പുലർത്തരുത്. എന്തൊക്കെയായാലും അവൻ എൻ്റെ ധർമ്മപുത്രനാണ്. അമ്മയുടെ കണ്ണുകൾ തുളങ്ങി. എനിക്ക് ആശ്ചര്യം തോന്നി. അമ്മയുടെ വേദന മനസ്സിലാക്കുവാൻ ഞാൻ ശ്രമിച്ചു. അമ്മയുടെ ഔദാര്യത്തിന്റെ ഫലമായി കർണനോട് നേരിയ ഔദാര്യത്തിന്റെ രാഗം മുഴങ്ങി. ഞാൻ മൗനം അവലംബിച്ചു. അമ്മ വിതുരന്റെ ഭവനത്തിൽ താമസിച്ചു. കൃഷ്ണനും സുഭദ്രയും കുട്ടികളെയും കൂട്ടി ദ്വാരകയിലേക്ക് പോയി. യാത്ര പറയുമ്പോൾ കൃഷ്ണൻ മൃദുസ്വരത്തിൽ പറഞ്ഞു, പാണ്ഡവന്മാരോട് എനിക്ക് അസൂയ തോന്നുന്നു. നിങ്ങളെപ്പോലെ ഒരു സ്ത്രീരത്നം കൂടി ഉണ്ട് എങ്കിൽ എന്തു വിഷമിക്കണം. എല്ലാ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും മുക്തരായി വിഹാരം നടത്തുന്നതിന് പത്മസൗകര്യം തന്നെ. എൻ്റെ പാവം സഹോദരി സുഭദ്ര 13 വർഷം വിരഹവേദന അനുഭവിക്കും. സഖി, നിങ്ങൾ ഭാഗ്യവതിയാണ്. നിങ്ങളുടെ ദുഃഖത്തിൽ പങ്കുപറ്റുവാൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വനത്തിലെ പർണകുടീരത്തിൽ വന്നു ചേരാം. നിങ്ങളുടെ കൈകൊണ്ടുണ്ടാക്കിയ ആഹാരം കഴിക്കാതെ 13 വർഷം ജീവിക്കുവാൻ പറ്റുകയില്ല. ആ പ്രലോഭനം മൂലമാണ് കൂടെ കൂടെ പാണ്ഡവന്മാരുടെ അതിഥിയായി എത്തുന്നത്. ഞാൻ ആനന്ദഭരിതയായി. സഖേ, അങ്ങയ്ക്ക് ആഹാരം വെച്ച് വിളമ്പിത്തരുന്നതിൽ ഞാൻ അനുഭവിക്കുന്ന ആനന്ദം എത്ര വലുതാണെന്നോ. എൻ്റെ കരസ്പർശമേറ്റ ആഹാര പദാർത്ഥം അമൃതീയമായി തീരുമെന്ന് അങ്ങ് പറയാറുണ്ടല്ലോ. ഈ പ്രശംസ ഏത് സ്ത്രീക്കും അഭികാരം തന്നെ. അന്നദാനധാത്രിയാണ് സ്ത്രീ. വക്ഷസിൽ നിന്ന് അമൃതം ദാനം ചെയ്യുവാനുള്ള ശക്തി സ്ത്രീക്ക് മാത്രമേ ഉള്ളൂ. അതിഥികൾക്ക് തൃപ്തി വരത്തക്കവണ്ണം ഭക്ഷണം നൽകുമ്പോൾ സ്ത്രീകൾക്ക് സഹജമായ ആനന്ദം കൈവരുന്നു. ഈ അമൃതാനന്ദ ശക്തിയിൽ കാരണം സ്ത്രീ ധന്യയാണ്. സൃഷ്ടാവും ധന്യനാണ്. ഹേ കൃഷ്ണ, ഞാൻ അങ്ങയെ കാത്തിരിക്കും. ഇടയ്ക്കിടയ്ക്ക് അങ്ങ് അതിഥിയായി വരുമ്പോൾ തൃപ്തി വരത്തക്കവണ്ണം ഭക്ഷണം നൽകുന്നതിന് എൻ്റെ സന്താനങ്ങൾക്കും ഭക്ഷണം നൽകുന്ന സന്തോഷം എനിക്കുണ്ടാകും. സന്താനവും അതിഥിയും ഈശ്വരനും എനിക്ക് ഒരേപോലെ പ്രിയപ്പെട്ടവരാണ്. കൃഷ്ണൻ ചിരിച്ചു. നോക്കൂ, എന്നെ സന്താനമോ അതിഥിയോ ഈശ്വരനോ ആയി കാണരുത്. ഞാൻ നിങ്ങളുടെ സഖാവാണ്. നിങ്ങൾ എൻ്റെ സഖിയും. മനുഷ്യർ തമ്മിലുള്ള മറ്റെല്ലാ ബന്ധങ്ങളെക്കാളും ഉപരിയാണ് ഈ ബന്ധം. ഈ ബന്ധത്തിന് പേര് നൽകുവാൻ മനുഷ്യന്റെ ജ്ഞാനത്തിന് കഴിവില്ല. ഇതിലാണ് എനിക്ക് ആനന്ദം. സഖാവ് വിടവാങ്ങി. ഹസ്തിനാപുരത്തെ രാജവീതിയിലൂടെ ഞങ്ങൾ വനവാസത്തിന് പോവുകയായിരുന്നു. പുരവാസികൾ ഈ കാഴ്ച കണ്ട് വിലപിച്ചു. 100 കണക്കിന് ആളുകൾ ഞങ്ങളുടെ കൂടെ വരുവാൻ ആഗ്രഹിച്ചു. പലരും വീടുപേക്ഷിച്ച് വഴിയിലേക്ക് ഇറങ്ങി. യുധിഷ്ഠിരൻ അവരെ സമാധാനിപ്പിച്ച്, നിങ്ങൾ തിരികെ പോകൂ. അമ്മയുടെയും ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെയും ഗാന്ധാരി ദേവിയുടെയും ഭീഷ്മ പിതാമഹന്റെയും കാര്യങ്ങൾ അന്വേഷിക്കും. അനേകം ബ്രാഹ്മണന്മാർ മടങ്ങി പോകുവാൻ വിസമ്മതിച്ചു. ധർമ്മമില്ലാത്തിടത്ത് ബ്രാഹ്മണന്മാരുടെ ജീവിതം അപകടത്തിലാകുമെന്നവർ ഭയന്നു. അതിനാൽ യുധിഷ്ഠിരൻ അവരെ മടക്കി അയക്കുവാൻ കഴിഞ്ഞില്ല. എന്നാൽ കാട്ടിൽ ഇത്രയേറെ ബ്രാഹ്മണരുടെ സംരക്ഷണം എങ്ങനെ സാധ്യമാകും? യുധിഷ്ഠിരൻ സൂര്യദേവനെ ഉപാസിച്ചു. സൂര്യൻ സന്തുഷ്ടനായി താമ്രനിർമ്മിതമായ അക്ഷയപാത്രം കയ്യിൽ കൊടുത്തു. വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുകയാണ് ഏറ്റവും ശ്രേഷ്ഠമായ ധാന്യം. എന്തുകൊണ്ടെന്നാൽ അത് ജീവൻ നിലനിർത്തുന്നു. ഈ അക്ഷയപാത്രത്തിൽ 12 വർഷത്തേക്ക് ആവശ്യമായ ഭക്ഷണമുണ്ട്. ഇതിൽ പാകം ചെയ്തു കഴിഞ്ഞാൽ ദ്രൗപദി കഴിക്കുന്നത് വരെ ഈ പാത്രം നിറയെ ഭക്ഷണമുണ്ടായിരിക്കും. എന്നാൽ ദ്രൗപദി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അന്ന് വേറെ ഭക്ഷണം ഉണ്ടാവുകയുമില്ല. സൂര്യനെ നമസ്കരിച്ച ശേഷം അക്ഷയപാത്രവും എടുത്ത് ബ്രാഹ്മണരെ കൂട്ടിക്കൊണ്ട് ഞങ്ങൾ കാമിക വനത്തിലേക്ക് പോയി. വിശക്കുന്നവർക്ക് ആഹാരം നൽകുവാനുള്ള അക്ഷയപാത്രം എൻ്റെ കയ്യിലുണ്ട്. രാജ്യത്തോടും ധനത്തിനോടും സമ്പത്തിനോടും ഐശ്വര്യത്തോടും ഉള്ള മോഹം വളരെ തുച്ഛമായി തോന്നി. ഇനിമേൽ വനത്തിലൂടെ ആളുകൾ, പക്ഷികൾ, മൃഗങ്ങൾ, കീടങ്ങൾ മുതലായ ഒരു വിഭാഗത്തിനും പട്ടിണി കിടക്കേണ്ടി വരികയില്ല. എൻ്റെ ദുഃഖാകുലമായ മനസ്സിനും ആനന്ദവും സംതൃപ്തിയും നിറഞ്ഞു. വനചര വേഷത്തിൽ 5 പേരും രാജവീതിയിലൂടെ നടക്കുകയായിരുന്നു. ഞാൻ നടുക്ക് നടന്നു. ഹസ്തിനാപുരത്തെ ആളുകൾ അശ്രുപൂർണങ്ങളായ നയനങ്ങളോടെ പുഷ്പങ്ങൾ വർഷിച്ചുകൊണ്ടേയിരുന്നു. സ്ത്രീകൾ കുരവിയിട്ടു. ഗുരുജനങ്ങൾ മന്ത്രോച്ചാരണം നടത്തി.
ചിലരൊക്കെ തങ്ങളുടെ ചികരാത സമ്പാദ്യം ഉപഹാരമായി തന്നു. നിങ്ങളുടെ സ്നേഹവും ശുഭാശംസകളും ഞങ്ങൾക്ക് പാതേയമായിരിക്കട്ടെ. ഉപഹാരങ്ങൾ കൊണ്ടുപോകുവാൻ ഞങ്ങൾക്ക് കഴിയില്ല. സർവസ്വവും ത്യജിച്ചിട്ട് ഞങ്ങൾ വനത്തിൽ പോവുകയാണ്. നിങ്ങൾ ഉപഹാരം തരുവാൻ തയ്യാറായല്ലോ, അതുതന്നെ വലിയ കാര്യം. യുധിഷ്ഠിരൻ വിനയത്തോടെ പറഞ്ഞു. അല്പദൂരം പോയപ്പോൾ വഴിയിൽ ദുശാസനനും കർണനും ഏതാനും പരിചാരകന്മാരുടെ കൂടെ കാത്തു നിൽക്കുന്നത് കണ്ടു. യാത്രയാകുന്ന സമയത്ത് ചെയ്തു പോയ തെറ്റിന് ക്ഷമ ചോദിക്കുവാൻ വേണ്ടിയായിരിക്കും ദുശാസനൻ നിൽക്കുന്നതെന്ന് വിചാരിച്ചു. ദുശാസനൻ വഴി തടഞ്ഞു. യുധിഷ്ഠിരൻ അയാളുടെ തോളിൽ കൈവച്ച് സ്നേഹത്തോടെ പറഞ്ഞു, അനുജാ ദുശാസന, എല്ലാം മറക്കണം. വീട്ടിൽ സഹോദരന്മാർ തമ്മിൽ കോപവും പരിഭ്രമവും പിണക്കവും എല്ലാം ഉണ്ടാകും. പിന്നീടതെല്ലാം നേരെയാവുകയും ചെയ്യും. അകന്നു താമസിക്കുകയും പരസ്പരം കാണാതിരിക്കുകയും ചെയ്യുമ്പോൾ വേർപെട്ടവന്മാർ വീണ്ടും അടുക്കുന്നു. കൃഷ്ണയും അതെല്ലാം മറക്കും, സുഖമായി കഴിയും. വൃദ്ധരായ മാതാപിതാക്കളെയും ഭീഷ്മ പിതാമഹനെയും അമ്മ കുന്തിയെയും വേണ്ട പോലെ നോക്കിക്കൊള്ളാം. ദുശാസനൻ അട്ടഹസിച്ചുകൊണ്ട് പരിഹാസസ്വരത്തിൽ പറഞ്ഞു, അങ്ങ് നല്ല സംഭാഷണചതുരനാണ്. എത്ര മധുരമായ വാക്കുകൾ! മധുരമായ വാക്കുകൾ കേട്ടാൽ എല്ലാം മറക്കുമെന്നായിരിക്കും വിചാരം. നിങ്ങൾ ധനമോ സ്വത്തോ കടത്തിക്കൊണ്ടു പോകുമെന്നോ എന്ന് നോക്കുവാൻ വേണ്ടിയാണ് ഞാനിവിടെ നിന്നത്. ഒറ്റ വസ്ത്രവും ആയുധവും അല്ലാതെ ഒരു പുൽത്തുരുമ്പ് പോലും കൂടെ കൊണ്ടുവരുവാൻ പാടില്ല. ഇതാണ് ദുര്യോധനൻ്റെ ആജ്ഞ. യുധിഷ്ഠിരൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇത്ര കഷ്ടപ്പെട്ടത് എന്തിന്? ഞങ്ങൾ ആജ്ഞ പൂർണ്ണമായി പാലിക്കുകയാണ്. വസ്ത്രവും ആയുധവുമല്ലാതെ ഞങ്ങളുടെ പക്കൽ വേറൊന്നുമില്ല. കർണാഭരണങ്ങളും മാലകളും വളകളും മോതിരങ്ങളും എന്തിനേറെ പതുകങ്ങൾ പോലും ഖജനാവിൽ ഏൽപ്പിച്ചു. ദുശാസനൻ ചിരിച്ചു. അങ്ങ് നല്ലവനാണ്. പക്ഷേ ഭീമനോ? തീർച്ചയായും ഭക്ഷണം പൊതിഞ്ഞു കെട്ടി ഒളിച്ചു കൊണ്ടുപോകുവാനുണ്ടായിരിക്കും. ഞാൻ രൂക്ഷസ്വരത്തിൽ പറഞ്ഞു, കോടിക്കണക്കിന് ആളുകൾക്ക് വയർ നിറയെ ആഹാരം കൊടുക്കുവാനുള്ള കഴിവ് സൂര്യദേവൻ ഞങ്ങൾക്ക് പ്രദാനം ചെയ്തു. പിന്നെ ഭീമൻ ഹസ്തിനാപുരത്ത് നിന്ന് ഭക്ഷണപ്പൊതി എടുത്തുകൊണ്ട് പോകേണ്ട ആവശ്യമെന്ത്? ശീലങ്ങൾ ഉപേക്ഷിക്കുക അത്ര എളുപ്പമല്ല, ദുശാസനൻ പറഞ്ഞു. ആയുധങ്ങളും മറ്റും നല്ലപോലെ നോക്കിയ ശേഷം അയാൾ വഴിവിട്ടു നിന്നു. ഞങ്ങൾ അല്പം കൂടി മുന്നോട്ട് നീങ്ങിയപ്പോൾ ദുശാസനൻ കർക്കശ സ്വരത്തിൽ പറഞ്ഞു, നിൽക്കൂ ദ്രൗപദി, നിങ്ങൾക്കെൻ്റെ കണ്ണിൽ പൊടിയിടുവാൻ കഴിഞ്ഞേക്കും. പക്ഷേ കർണനെ കബളിപ്പിക്കുവാൻ കഴിയുകയില്ല. ചീ, രാജകുമാരനായിട്ടും ആഭരണങ്ങളോട് ഇത്ര മോഹമോ? സ്ത്രീ സ്വഭാവം. ഭർത്താവിന് ഒരാഭരണം വാങ്ങിത്തരുവാനുള്ള കഴിവ് പോലുമില്ല. അപ്പോൾ പിന്നെ മോഹമുണ്ടാകുന്നത് സ്വാഭാവികം മാത്രം. ഞാൻ ഉറച്ചു നിന്നു. എൻ്റെ കഴുത്തിലെ മണിമാലയും വളകളും കമ്മലും വിവാഹമോതിരവും വീണ്ടും വീണ്ടും നോക്കി പതിഞ്ഞ സ്വരത്തിൽ കർണൻ പറഞ്ഞു, എല്ലാ ആഭരണങ്ങളും അഴിച്ചു വെക്കൂ. ഒറ്റ വസ്ത്രം മാത്രം ധരിച്ച് രാജ്യാതിർത്തി കടക്കണം. അതാണ് മഹാരാജാവിൻ്റെ ആജ്ഞ. നിങ്ങൾ ആജ്ഞ പാലിക്കുന്നു എന്ന് മാത്രം. ഞാൻ ശാന്തസ്വരത്തിൽ പറഞ്ഞു, അങ്ങയോട് മനസ്സിൽ വിദ്വേഷം വെച്ച് പുലർത്തരുതെന്ന് കുന്തിദേവി എന്നോട് ശപഥം ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അന്ന് അമ്മയുടെ ധർമ്മപുത്രനാണ് ഞാൻ. ഭർത്തൃമതിയാണ്. ആഭരണങ്ങൾ അഴിക്കരുതെന്ന് മായ തടസ്സം പറഞ്ഞു. അതുകൊണ്ടാണ് ധരിച്ചത്. അതിന് ഗാന്ധാരി അനുവദിക്കുകയും ചെയ്തു. ഗാന്ധാരി രാജമാതാവാണ്. ഞങ്ങൾ രാജാവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് പ്രവർത്തിക്കുന്നത്, കർണൻ ഗംഭീര സ്വരത്തിൽ പറഞ്ഞു. ദുശാസനൻ എൻ്റെ മുൻപിൽ നിന്ന് കർക്കശ സ്വരത്തിൽ പറഞ്ഞു, ബലപ്രയോഗം നടത്തുന്നതിന് മുൻപ് സ്വന്തം കൈകൊണ്ട് ആഭരണങ്ങൾ അഴിച്ചു തരുന്നതാണ് നല്ലത്. ആഭരണങ്ങളില്ലെങ്കിലും നിങ്ങളുടെ സൗന്ദര്യത്തിന് കുറവുണ്ടാകുകയില്ല. നിതുംബനിയുടെയും മായയും എന്നെ യാത്ര അയക്കുവാൻ വേണ്ടി കുറച്ചു ദൂരം കൂടെ വന്നിരുന്നു. മായ എൻ്റെ ദേഹത്തു നിന്ന് ആഭരണങ്ങളെല്ലാം അഴിച്ചെടുത്തു. മൂക്കുത്തി പോലും ഊരിയെടുത്തു. നിതുംബിനി പൂക്കൾ കൊണ്ട് എൻ്റെ കൈയും കഴുത്തും മുടിയും അലങ്കരിച്ചു. അവൾ മധുരസ്വരത്തിൽ പറഞ്ഞു, സഖി, അവിടുന്ന് ഋഷ്യകന്യകയെ പോലെ പരിശുദ്ധയും അപൂർവ സുന്ദരിയുമാണ്. പുഷ്പാഭരണങ്ങൾ അണിഞ്ഞ എൻ്റെ രൂപം എങ്ങനെയുണ്ടെന്ന് എനിക്ക് അറിയുവാൻ പാടില്ലായിരുന്നു. എന്നാൽ ഭർത്താക്കന്മാർ മുഗ്ധരായി എന്നെ നോക്കുന്നുണ്ടായിരുന്നു. അർജുനൻ പതുക്കെ എൻ്റെ ചെവിയിൽ പറഞ്ഞു, ഈ രൂപത്തിലും നിങ്ങൾ എത്ര സുന്ദരിയായിരിക്കുന്നു. ഇങ്ങനെയാണെങ്കിൽ 13 300 വർഷം വരെ വനവാസം ചെയ്യുവാൻ ആഗ്രഹം തോന്നും. സ്വർണ്ണാഭരണങ്ങൾ നിങ്ങളുടെ കോമള ശരീരത്തെ ക്ലേശിപ്പിക്കുന്നുണ്ടായിരിക്കും. പുഷ്പാഭരണങ്ങളാണ് നിങ്ങൾക്ക് കൂടുതൽ അനുയോജ്യം. ലജ്ജയും ആനന്ദവും മൂലം ഞാൻ പ്രിയജനങ്ങളുടെ വേർപാടിൻ്റെ വേദന മറന്നുപോയി. മുഗ്ധഭാവത്തോടെ നിർമ്മിഷ നേരനായി എന്നെ നോക്കി നിൽക്കുന്ന കർണനെ ഞാൻ പെട്ടെന്ന് കണ്ടു. ആ നോട്ടത്തിൽ പുൽസിതമായ കാമാസക്തിയുടെ തീജ്വാല ഉണ്ടായിരുന്നില്ല. മധുരവും കർണവുമായ സ്നേഹത്തിൻ്റെ തീനാളങ്ങളാണ് കാണുവാൻ കഴിഞ്ഞത്. പെട്ടെന്ന് എൻ്റെ ഹൃദയം തുടിച്ചു. ഉത്തരക്ഷണത്തിൽ ഞാൻ എന്നെ ശാസിച്ചു. എന്നെ ഇത്രയേറെ അപമാനിക്കുവാൻ കാരണക്കാരനായ വ്യക്തിയുടെ മുഗ്ധദൃഷ്ടി എൻ്റെ മനസ്സിളക്കിയിരുന്നു. ചീ, എൻ്റെ ഉള്ളിൽ അല്പം പോലും ആത്മാഭിമാനം ഇല്ലാതെയായോ? അവജ്ഞയോടെ നോക്കിക്കൊണ്ട് ഞാൻ മുന്നോട്ട് പോയി. ദുശാസനും കർണനും വീണ്ടും ഞങ്ങളെ പിന്തുടർന്നു. കുറച്ചു മുൻപിലായി കൂടി നിന്ന ആളുകളുടെ ഇടയിലേക്ക് ഗുരുഭഗ്നി ഹരിതയും കർണഭഗ്നി ഋതുവതിയും കൊണ്ട് അർക്യാധാരമേന്തി കാത്തു നിൽക്കുകയായിരുന്നു അവർ. ഹസ്തിനാപുരിയുടെ അതിർത്തിയിൽ പൗരജനങ്ങൾ ഞങ്ങളെ യാത്ര അയക്കുവാൻ കൂടി നിന്നു. ഗുരുഭഗ്നി എന്നെ മാറോട് അണച്ചുകൊണ്ട് പറഞ്ഞു, കൃഷ്ണേ, എൻ്റെ ഭർത്താവിനോട് ക്ഷമിക്കാം. ഗുരുവും ബ്രാഹ്മണനുമായിരുന്നിട്ടും അദ്ദേഹം ഉചിതമായി പ്രവർത്തിച്ചില്ല. സഭയിൽ നിന്നെ അപമാനിക്കുന്നത് നിശബ്ദനാണ് നോക്കിയിരുന്നത്. ഇക്കാരണത്താൽ അദ്ദേഹത്തിൻ്റെ സമസ്ത പുണ്യവും ക്ഷയിച്ചുപോയി. നിന്റെ ശാപമേറ്റാൽ അദ്ദേഹത്തിന് വംശം നശിക്കും.
കൗരവന്മാരുടെ അന്നം കഴിക്കുന്നത് കൊണ്ട് അന്യായത്തിൻ്റെ മുൻപിൽ ഊഹനായിരിക്കേണ്ടി വന്നു. അദ്ദേഹത്തിനെ കുറ്റം ഞാൻ ഏറ്റുപറയുന്നു. ദയവ് ചെയ്ത് എൻ്റെ ഏകപുത്രനായ അശ്വത്ഥാമാവിനെ ശപിക്കരുത്. ഭഗവാൻ നിങ്ങൾക്ക് നന്മ വരുത്തട്ടെ. നീ എൻ്റെ ആത്മാർത്ഥ സഖിയാണ്. നിന്റെ വനവാസം മൂലം ഞാൻ എത്രമാത്രം ക്ലേശം അനുഭവിക്കുന്നുണ്ടെന്ന് നിനക്ക് മാത്രമേ മനസ്സിലാകൂ. ഞാനും ഹരിതയുടെ മാറിൽ തലചായിച്ച് കണ്ണീരൊഴുക്കി. ഞാൻ പറഞ്ഞു, പ്രാണസഖി ഹരിതേ, അശ്വത്ഥാമാവ് എനിക്ക് പുത്രതുല്യനാണ്. നിങ്ങൾക്ക് നന്മ വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എന്നാൽ ദ്രോണാചാര്യരോട് ക്ഷമിക്കുവാൻ ഞാനാര്? ഞാനൊരു സ്ത്രീ. വിദ്വാൻമാരുടെയും ജ്ഞാനികളുടെയും കണ്ണിൽ സ്ത്രീക്ക് സ്വന്തമായ അസ്തിത്വമില്ല, വ്യക്തിത്വമില്ല, മനമോ അപമാനമോ മഹത്വമോ ഒന്നുമില്ല. കൗരവ സഭയിൽ എന്നോട് കാട്ടിയ അപമാനം അത് തെളിയിച്ചു കഴിഞ്ഞു. ഞാൻ ആരുടെയെങ്കിലും ക്ഷമിച്ചാലും ഈശ്വരൻ അവർക്ക് മാപ്പ് നൽകും. യുവതി എൻ്റെ കൈക്ക് പിടിച്ചു. മഹാറാണി കൃഷ്ണേ, അവിടുത്തെ ഹൃദയത്തിലെ ജ്വാല ഞാൻ മനസ്സിലാക്കുന്നു. ഞാനും ഒരു സ്ത്രീയാണ്. എൻ്റെ ഭർത്താവിൻ്റെയും ഭൗതിയോടുള്ള പെരുമാറ്റം എന്നെ അത്യന്തം വേദനിപ്പിക്കുന്നു. അദ്ദേഹം രാത്രി മുഴുവൻ സ്വയം നിന്ദിച്ചുകൊണ്ടിരുന്നു. മഹായുദ്ധത്തിലുണ്ടാകുന്ന എൻ്റെ മരണമായിരിക്കും എൻ്റെ പാപത്തിൻ്റെ പ്രായശ്ചിത്തമെന്ന് അദ്ദേഹം കൂടെ കൂടെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഭർത്താവിൻ്റെ മഹത്വം വല്ലതും പറഞ്ഞാൽ അവിടുന്ന് ചിരിക്കും. എങ്കിലും ഒരു കാര്യം വിശ്വസിക്കാം, കൗരവന്മാരുടെ കൂടെ ചേർന്നതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം ഇങ്ങനെ കാണപ്പെടുന്നത്. മുൻപ് സ്വയംവര സഭയിലുണ്ടായ അപമാനത്തിൻ്റെ ജ്വാല കൗരവന്മാരുടെ സഹവാസം കൊണ്ട് ആളിക്കത്തി. അദ്ദേഹം മനുഷ്യത്വമില്ലാത്തവനായി. അദ്ദേഹം ചെയ്തത് തെറ്റാണ്. ഭാര്യ എന്ന നിലയിൽ ഞാൻ ഭവതിയോട് ക്ഷമയാചിക്കുന്നു. ഋതുവതിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഞാൻ ശാന്തസ്വരത്തിൽ പറഞ്ഞു, അമ്മയെ കുന്തി ദേവി എന്നെ കൊണ്ടൊരു ശപം ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അമ്മയുടെ ധർമ്മപുത്രനായ കർണനോട് ഞാൻ ഒരു വിദ്വേഷവും വച്ചു പുലർത്തരുതെന്നു. അമ്മയ്ക്ക് വാക്ക് കൊടുത്തിട്ട് വന്നിരിക്കുകയാണ്. അമ്മയുടെ വാക്ക് കേട്ടാണ് ഞാൻ 5 ഭർത്താക്കന്മാരെ വരിച്ചത്. അതുകൊണ്ട് കൗരവ സഭയിൽ എന്നെ നിന്ദിച്ചിട്ടും കർണനെതിരായി ഞാൻ ഒന്നും പറയുകയില്ല. നിങ്ങൾ സുഖമായിരിക്കട്ടെ. നിങ്ങളുടെ ഭർത്താവിനും പുത്രന്മാർക്കും ഉയർച്ചയുണ്ടാകട്ടെ. കർണൻ ദൂരെ നിന്ന് ഞങ്ങളുടെ സംഭാഷണം ശ്രദ്ധിക്കുന്നത് ഞാൻ കണ്ടു. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ സജലങ്ങളാണെന്ന് തോന്നി. ഋതുവതി എൻ്റെ കൈക്ക് പിടിച്ചു നിർത്തി. അവളുടെ തോഴിമാർ താലത്തിൽ നിന്ന് വിലപിടിപ്പുള്ള ആഭരണങ്ങൾ എടുത്ത് എന്നെ അണിയിക്കുവാൻ തുടങ്ങി. സർപ്പദംശമേറ്റ പോലെ ഞാൻ ഒഴിഞ്ഞു മാറുവാൻ ശ്രമിച്ചു. എന്താണിത്? വനവാസത്തിന് പോകുന്നവൾ ആഭരണങ്ങൾക്ക് എന്തിനാണ് അണിയുന്നത്? ഋതുവതി വിനയപൂർവ്വം പറഞ്ഞു, എൻ്റെ ഭർത്താവിൻ്റെ നിർദ്ദേശമാണിത്. എൻ്റെ എല്ലാ ആഭരണങ്ങളും ദേവി അണിയിക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. അവിടുന്ന് അദ്ദേഹത്തിൻ്റെ സഹോദര പത്നിയാണ്. ഇങ്ങനെ ശ്രീഹീനിയായി പുറത്തിറങ്ങുന്നത് അദ്ദേഹത്തിന് അപകാരമാണത്രേ. ഈ ആഭരണങ്ങളിൽ ദുര്യോധന മഹാരാജാവിന് യാതൊരു അവകാശവുമില്ല. ഇതെല്ലാം കർണൻ്റെ സമ്പത്താണ്. വിശാസനൻ ഭൗതിയുടെ ആഭരണങ്ങൾ അഴിച്ചെടുക്കുമെന്ന് അറിഞ്ഞിട്ട് കർണൻ എന്നോടിങ്ങനെ ആജ്ഞാപിച്ചതാണ്. കർണൻ്റെ പരിചാരകയായ അസ്മിത അഹങ്കാരത്തോടു കൂടി ചോദിച്ചു, ഈ ചെറിയ കാര്യത്തിൽ ആശ്ചര്യം പ്രകടിപ്പിക്കരുത്. മഹാറാണി, മഹാരാജാവായ കർണൻ തൻ്റെ സർവസ്വവും പ്രാണൻ പോലും ദാനം ചെയ്യുന്നതിൽ മടി കാണിക്കുകയില്ല. ഞാൻ ദ്വയാർത്ഥത്തിൽ പറഞ്ഞു, എൻ്റെ ആഭരണങ്ങൾ അഴിച്ചു വാങ്ങുവാൻ ദുശാസനെ പ്രേരിപ്പിച്ചു. എന്നിട്ട് ഇവിടെ ആഭരണങ്ങളുമായി കാത്തു നിൽക്കുവാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടു. ദാനം എങ്ങനെ വേണമെന്ന് കാണിച്ചു തരികയായിരിക്കാം. എന്നാൽ ഈ ആഭരണങ്ങളും കർണൻ സ്വയം സമ്പാദിച്ചതല്ല. എന്തുകൊണ്ടെന്നാൽ കർണൻ അംഗദേശത്തെ രാജാവായത് സ്വന്തം പൗരുഷത്തിൻ്റെ ബലത്തിലല്ല. അദ്ദേഹത്തിൻ്റെ ശിരസിലെ രാജമകുടം പാപിയായ ദുര്യോധനൻ്റെ ദയ കൊണ്ട് കിട്ടിയതാണ്. ദുര്യോധനൻ്റെ സമ്പത്ത് ഞാനെങ്ങനെ സ്വീകരിക്കും? ദാതാവെന്ന നിലയിൽ കർണൻ്റെ മഹത്വം പരീക്ഷിച്ച് നോക്കാം. എനിക്ക് വേണ്ടി ഇത്രയും ബുദ്ധിമുട്ടിയതിന് നന്ദി. എൻ്റെ വാക്കുകൾ കേട്ട് കർണൻ്റെ മുഖം മ്ലാനമായി. ദുശാസനൻ വീണ്ടും സംസാരിച്ചു, കഷ്ടം. ദ്രുപദ മഹാരാജാവ് യജ്ഞസേനിയെ പോലെയുള്ള ഒരു സ്ത്രീരത്നത്തെ ഈ നപുംസകങ്ങളെ കയ്യിലേൽപ്പിച്ചത് വലിയ അന്യായമായി പോയി. ഭിക്ഷക്കാരനായ ഭർത്താക്കന്മാരുടെ ദയനീയാവസ്ഥയിൽ കാട്ടിൽ പോകുന്ന തൻ്റെ മകളെ അംഗദേശത്തെ രാജാവും വീരപുരുഷനുമായ കർണന്റെ കയ്യിലേൽപ്പിച്ച് അദ്ദേഹം തൻ്റെ പാപത്തിന് പ്രായശ്ചിത്തം ചെയ്യട്ടെ. രാജകുമാരി, നിങ്ങൾ ഈ ഭിക്ഷക്കാരെ ഉപേക്ഷിച്ചിട്ട് ധനികനും വീരനുമായ കർണനെയോ മറ്റേതെങ്കിലും പുരുഷനെയോ സ്വീകരിക്കൂ. 5 ഭർത്താക്കന്മാരെ വരിച്ചിട്ട് നിങ്ങൾക്ക് പാതിവൃത്യം കാത്തു സൂക്ഷിക്കുവാൻ കഴിയുമെങ്കിൽ ഒരു ഭർത്താവിനെ കൂടി വരിക്കുന്നതുകൊണ്ട് ദോഷമൊന്നും സംഭവിക്കുകയില്ല. വിശാസനന്റെ കുൽസിത വചനങ്ങൾ കേട്ട് ഭീമൻ ക്രുദ്ധനായി. എടാ വീട്ടി, നിന്റെ ഈ വീമ്പ് പറച്ചിൽ നീണ്ടു നിൽക്കുകയില്ല. ഇത്തരം അപമാനകരമായ വാക്കുകൾ പറഞ്ഞ് രാജലക്ഷ്മിയായ ദ്രൗപദിയുടെ ഹൃദയത്തിൽ മുറിവേൽപ്പിച്ചാൽ ഞാൻ നിന്റെ ഹൃദയം മുറിച്ചെടുത്ത് ആ രാജലക്ഷ്മിയുടെ പാദങ്ങളിൽ അർഘ്യമായി അർപ്പിക്കും. നിന്നെ പിന്തുണയ്ക്കുന്നവരെയും യമലോകത്തയക്കുകയും ചെയ്യും. ദുഷ്ടരൻ ക്രുദ്ധനായ ഭീമനെ നിയന്ത്രിച്ച് ശാന്തനാക്കുവാൻ ശ്രമിച്ചു. ഭാവിയിൽ എന്തെങ്കിലും എൻ്റെ മാനം കാക്കേണ്ടി വന്നാൽ സ്പഷ്ടവാദിയും നിർമ്മലചിത്തനും ക്ഷിപ്രകോപിയുമായ ഭീമൻ മാത്രമേ കാണുകയുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കി. സ്വന്തം ഗ്രഹലക്ഷ്മിയുടെ മാനം കാക്കുവാൻ കഴിവില്ലാത്ത വിരക്തിയും അഹംസാവധവും സ്വീകരിക്കുന്ന വ്യക്തി തന്നെ. പക്ഷേ അയാൾ ഭീരുവാണ്. അങ്ങനെ ഒരു പുരുഷനോട് ഭക്തി തോന്നാം, പ്രേമം തോന്നുകയില്ല. ഗംഗാതീരത്തിലൂടെ 3 ദിവസം നടന്ന ശേഷം ഞങ്ങൾ കാമികവനത്തിലെത്തി. അവിടുത്തെ അപൂർവ ശോഭ ഞങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും ക്ലേശങ്ങളും ക്ഷീണവും ഇല്ലാതെയാക്കി. നീണ്ട മുളങ്കാടുകൾ,
അവയ്ക്കിടയിൽ നേർത്ത മുറുപിടപരം പോലെ പതഞ്ഞൊഴുകുന്ന ലജ്ജാവതിയായ നദി ഏതോ ബാലിക ഒളിച്ചുകളി നടത്തുന്നതായി തോന്നി. ചിലപ്പോൾ പുറമേ കാണപ്പെടും, ചിലപ്പോൾ വനത്തിലെ പച്ചപ്പിൽ മറയും. ഞങ്ങളോട് ചങ്ങാത്തം കൂടുവാൻ അധ്യമമായ ആഗ്രഹം, എന്നാൽ ലജ്ജയുണ്ടാകാന്. ചിരിയിൽ കളകള ശബ്ദം, ചുവടുവയ്പിൽ താളലയം, പിന്നെ വനത്തിലെ വിജനതയിൽ അതിൻ്റെ സ്വരം ലയിച്ചു ചേറും. ഞാൻ ഏറെ നേരം നോക്കിക്കൊണ്ടിരുന്നു. എന്നിട്ടും അവൾ മുൻപിൽ വന്നില്ല. എനിക്ക് ക്ഷീണമുണ്ടെന്ന് കണ്ട് യുധിഷ്ഠിരൻ പറഞ്ഞു, നോക്കൂ, ഗിരികന്യകയായ തന്ത്രാവതി അനാദികാലം മുതൽ ഈ കാട്ടുവഴിയിലൂടെ നിരന്തരം ഒഴുകിക്കൊണ്ടേയിരുന്നു. എന്നിട്ടും അവൾ ക്ഷീണിക്കുന്നില്ല. അവളുടെ ലക്ഷ്യം സമുദ്രമാണ്. ഒഴുകി വരണ്ട ഭൂമിയെ സസ്യശ്യാമളമാക്കുന്നു. അതാണ് ജീവിതം. ജീവിത പന്ഥാവിലൂടെ തന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങുമ്പോൾ മനുഷ്യൻ സ്വന്തം ബന്ധുക്കൾക്കും സമൂഹത്തിനും രാജ്യത്തിനും നന്മ ചെയ്യുന്നില്ലെങ്കിൽ അതിനെന്തൊരു ജീവിതം? ആ ദേഹത്തിന് എന്തു വില? സമുദ്രം തൃഷ്ണ ശമിക്കുന്നില്ല. നദിയിലെ മധുരജലം അതില്ലാതെയാക്കുന്നു. മറ്റുള്ളവരുടെ ദാരിദ്ര്യം ദൂരീകരിക്കുവാൻ ഉതകാത്ത സമ്പത്തുകൊണ്ട് തന്നെ പ്രയോജനമെന്താ? ദുര്യോധനൻ നിന്ന് ഹസ്തിനാപുരത്തിന്റെയും ഇന്ദ്രപ്രസ്ഥത്തിന്റെയും അധിപതിയാണ്. എന്നാൽ അയാൾ പ്രജകളുടെ നന്മയിൽ ശ്രദ്ധ പതിപ്പിക്കുന്നില്ല എങ്കിൽ ആ സിംഹാസനം കൊണ്ട് എന്ത് നേട്ടം? ദ്രൗപദി, 12 വർഷത്തെ വനവാസം കൊണ്ട് നമ്മൾ അഭ്യസിക്കുവാൻ പോകുന്ന വിദ്യ ഇതുവരെ നേടിയ വിദ്യയേക്കാൾ മെച്ചപ്പെട്ടതായിരിക്കും. ആനന്ദകമാരേക്ക് നന്മയ്ക്ക് വേണ്ടിയാണ് ഈശ്വരൻ നമ്മെ വനവാസത്തിന് അയച്ചിരിക്കുന്നത്. ഇടതൂർന്ന മുളങ്കാടുകൾക്കപ്പുറം അരുവി കാണപ്പെടുന്നു. കാടിന്റെ പച്ച നിറത്തിന് മുകളിൽ നിലാകാശത്തിന്റെ മേൽക്കെട്ടി. ആകാശം ഇത്ര നീലയാണ്. ആകാശ നീലിമയേക്കാൾ കുറെ കൂടി കടുത്ത നിറമുള്ള മേൽക്കെട്ടിയുടെ തൊങ്ങലുകൾ പോലെയുള്ള പർവ്വത നിരകൾ. നീല നിറത്തിന്റെ കാര്യത്തിൽ ആകാശവും പർവ്വത നിരകളും തമ്മിൽ മത്സരം നടക്കുന്നുണ്ട് എന്ന് തോന്നും. പർവ്വതങ്ങളുടെ നീല നിറം ആകാശത്തിനേക്കാൾ അധികമാണ്. അതുകൊണ്ട് വെള്ളമേഘങ്ങൾ, ചെറുതുണ്ടുകൾ പർവ്വതങ്ങളുടെ മുകളിൽ ചെടവെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. യോഗാസനസ്ഥനായ മഹർഷിയെപ്പോലെ പർവ്വതങ്ങളെ വെളുത്ത മേഘങ്ങളുടെ ഭസ്മക്കുറി ദേഹത്ത് പൂശിയിരിക്കുന്നു. കാട്ടുപക്ഷികളെപ്പോലെ മേഘങ്ങൾ ഇവരുടെ ബന്ധുപുത്രരാണ്. അവ ഇഷ്ടം പോലെ അങ്ങിങ്ങ് നീന്തി നടക്കുന്നു. ജീവിതത്തിന്റെ അർത്ഥം അന്വേഷിക്കുകയാണ്. അടുത്ത് തന്നെ ശബരികുടിയെ മേഘങ്ങൾ ആവരണം ചെയ്തിരിക്കുന്നു. സുന്ദരങ്ങളായ ചിത്രങ്ങൾ പോലെയുള്ള ചെറിയ ചെറിയ കുടിലുകൾ കണ്ട് പ്രലോഭനം പൂണ്ട ആകാശം കുണ്ടലാകൃതിയിൽ ഇറങ്ങി വന്ന അതായിരിക്കാം. ഇടതിങ്ങിയ വനത്തിൽ ചെറിയ ശിബിരത്തോടുകൂടി ചെറുതും വലുതുമായ പലതരം വള്ളികൾ, പരസ്പരം കെട്ടുപിണഞ്ഞു നിൽക്കുന്ന മരങ്ങൾ, അനവധി പ്രകാരമുള്ള പൂക്കളും കായ്കളും സംഹിതയുടെയും മൈത്രിയുടെയും സൂചന നൽകിക്കൊണ്ട് പ്രകൃതി പരന്നു കിടക്കുന്നു. ഭൂമിയിൽ വേരുറപ്പിച്ച് നിൽക്കുന്ന വൃക്ഷങ്ങൾ വർദ്ധിച്ച തോതിൽ വെളിച്ചം നേടുവാൻ വേണ്ടി ലഹരി പിടിപ്പിച്ചിരിക്കുന്നു. സൂര്യപ്രകാശം പാനം ചെയ്യുന്നതിന് വേണ്ടി അവ മുകളിലേക്ക് ഉയരുകയാണ്. എല്ലാം നേടിയവ പൊക്കമുള്ള ഭംഗിയുള്ളവ. എന്നാൽ മനുഷ്യനോ മറ്റുള്ളവരെ കൊച്ചാക്കിക്കൊണ്ട് സ്വയം ഉയരുവാൻ ശ്രമിക്കുന്നു. അന്യായമോ അധർമ്മമോ ആകട്ടെ, മറ്റുള്ളവരെ അടിച്ചമർത്തുക തന്നെ. കൗരവന്മാർ പാണ്ഡവന്മാരോട് ഒന്നിച്ച നയം തന്നെ ഏറ്റവും നല്ല തെളിവാണ്. വിജിതനയുടെ മോഹാന മന്ത്രം എല്ലാവരെയും മുഗ്ധരാക്കി. യുധിഷ്ഠിരൻ ദാർശികനായി തീർന്നു. കവിതാത്മകമായ കണ്ണുകൾ ആത്മവിസ്തൃതമായി കാണപ്പെട്ടു. ഇവിടുത്തെ അധിപതികൾ നാം തന്നെയെന്ന് ഭീമൻ വിചാരിക്കുന്നു. നകുലൻ അരുവിയിലെ ജലത്തിൽ സ്വന്തം സൗന്ദര്യം നോക്കി രസിക്കുന്നു. സഹദേവൻ വനത്തിൽ ദിശയന്വേഷിക്കുകയും വരുവാനിരിക്കുന്ന കർമ്മമാർഗം നിശ്ചയിക്കുകയും താല്പര്യം കാണിക്കുകയാണ്. ഞാൻ മുഗ്ധസ്വരത്തിൽ ചോദിച്ചു, 12 വർഷത്തെ വനവാസം സുന്ദരമായി ഈ കാമിക വനത്തിലായിരിക്കുമോ? ചന്ദ്രാവതി നദിയുടെ തീരത്ത് കുടിൽ കെട്ടി സമാധാനമായി കഴിയാം. യുധിഷ്ഠിരൻ സഹദേവന്റെ അഭിപ്രായം ആരാഞ്ഞു. സഹദേവൻ ദൃഢസ്വരത്തിൽ പറഞ്ഞു, കിരാതന്മാർ ഇവിടെ താമസിക്കുന്നില്ലായിരുന്നുവെങ്കിൽ കാമിക വനം എല്ലാവിധത്തിലും സുഖപ്രദമായിരിക്കുന്നു. യുധിഷ്ഠിരൻ ആശ്ചര്യത്തോടെ ചോദിച്ചു, കിരാതന്മാർ ഇവിടെ താമസിക്കുന്നതിൽ എന്താണ് കുഴപ്പം? നമുക്ക് അവരുമായി മൈത്രി ഉണ്ടാക്കാം. മിത്രങ്ങളെയും ബന്ധുക്കളെയും ഉപേക്ഷിച്ച് പോകുന്നതിന്റെ ദുഃഖം ലഘൂകരിക്കാം. നമുക്ക് കിരാതന്മാരുമായി യോജിച്ച് കഴിയാം. എന്നാൽ അവർ നമ്മളോട് മൈത്രി സ്ഥാപിക്കുകയില്ല. കിരാതന്മാരെ ഭയന്ന് ഋഷിമാർക്കാലും ഇവിടെ തമസിന് വരുന്നില്ല. ബ്രാഹ്മണരും ക്ഷത്രിയരും കിരാതന്മാരുടെ അക്രമം ഭയന്ന് കാമിക വനത്തിൽ പ്രവേശിക്കാറില്ല. ബ്രാഹ്മണരോടും ക്ഷത്രിയരോടും അവർക്ക് ദോഷമുണ്ടാകുന്ന കാരണം എന്താണ്? ഞാൻ ഇടയ്ക്ക് കയറി ചോദിച്ചു. സഹദേവൻ ദൃഢവും ശാന്തവുമായ സ്വരത്തിൽ പറഞ്ഞു, കിരാത വംശജനായ ജാര തന്നെയാണ് ആയുധവിദ്യ അഭ്യസിക്കാമെന്ന് ദ്രോണാചാര്യനോട് അപേക്ഷിച്ചത്. അപ്പോൾ ദുര്യോധനൻ, ദുശാസനൻ മുതലായ സഹോദരന്മാർ അയാളെ പരിഹസിച്ചു. രാജകുമാരന്മാരോടൊപ്പം കിരാതന്റെ മകൻ വിദ്യ അഭ്യസിക്കുകയെ ഇത് രാജകുമാരന്മാർക്ക് അപമാനകരമായി തീരും. കൗരവന്മാരെ ഭയന്ന് ദ്രോണാചാര്യർ കിരാതനായ ജാരയെ മടക്കി അയച്ചു. നിരാശനായ ഏകലവ്യൻ ദ്രോണാചാര്യരുടെ മൺപ്രതിമ ഉണ്ടാക്കി വെച്ച് അതിന്റെ മുൻപിൽ ഇന്ന് ഏകാചിത്രനായ ആയുധവിദ്യ അഭ്യസിച്ചു. ഈ വിദ്യയിൽ അയാൾ പരാംഗതനായി. ഈ വർത്തമാനങ്ങൾ അണിഞ്ഞ് ദ്രോണാചാര്യർ ഏകലവ്യന്റെ അത്ഭുതകരമായ ആയുധ സാമർഥ്യം കണ്ട് ഉത്കണ്ഠാകുലനായി. ഇവൻ തീർച്ചയായും കൗരവന്മാരെ തോൽപ്പിച്ച് വധിക്കും. കൗരവന്മാരെ രക്ഷിക്കുവാൻ വേണ്ടി ദ്രോണൻ ഗുരുദക്ഷിണ എന്ന വ്യാജേനെ നിർദ്ദയമായി ഏകലവ്യന്റെ വലതു കൈയിലെ തള്ളവിരൽ ആവശ്യപ്പെട്ടു. ഋജുബുദ്ധിയും ഗുരുഭക്തനുമായ ശിഷ്യൻ അത് നൽകുകയും ചെയ്തു.
കൗരവന്മാരുടെ ആ അപമാനിക്കലും ദ്രോണായൻ ആവശ്യപ്പെട്ട ദക്ഷിണ എന്ന ചതിയും കിരാതന്മാരെ എങ്ങനെ മറക്കും? അക്കാരണത്താൽ അവർ ആര്യന്മാരുടെ സമൂലം നശിപ്പിക്കുവാൻ ഒരുങ്ങിയിരിക്കുകയാണ്. ഭീമൻ പറഞ്ഞു. ഏകലവ്യൻ എന്ന ശബരബാലനെ ശിഷ്യനായി സ്വീകരിക്കുവാൻ യുധിഷ്ഠിരനും അർജുനനും അഭിപ്രായപ്പെട്ടിരുന്നു. എല്ലാ മനുഷ്യരും സമന്മാരാണ്. അതുകൊണ്ട് കിരാതനായ ജാര ഏതെങ്കിലും ബ്രാഹ്മണനെയോ ക്ഷത്രിയനോ അപേക്ഷിച്ച് മേന്മ കുറഞ്ഞവനല്ല. പാണ്ഡവന്മാർ ദ്രോണാചാര്യരെ ഇക്കാര്യം ധരിപ്പിച്ചിരുന്നു. എന്നാൽ നിന്റെ ജോലിയുടെ സുരക്ഷിതത്വത്തിനു വേണ്ടി ജ്ഞാനിയായ ദ്രോണൻ ഇങ്ങനെ ചെയ്യുകയാണ് ഉണ്ടായത്. ഇതിൽ പാണ്ഡവന്മാരെന്ത് തെറ്റ് ചെയ്തു? കിരാതന്മാർക്ക് ഇക്കാര്യം അറിയുവാൻ പാടില്ലേ? അർജുനൻ മ്ലാനമായ ചിരിയോടെ പറഞ്ഞു. ഒരാൾ ചെയ്തത് 100 ഉപകാരണങ്ങൾ ആളുകൾ മറക്കും. എന്നാൽ ഒരിക്കൽ ചെയ്ത അപകാരവും അപമാനവും ജീവിതകാലം മുഴുവൻ ഓർമ്മിക്കുക. കിരാതന്മാർ പാണ്ഡവന്മാരുടെ ശത്രുക്കളല്ലെങ്കിൽ പോലും ക്ഷത്രിയരുടെ ശത്രുക്കളാണല്ലോ. ഹസ്തിനാപുരത്തെ ശത്രുക്കളിൽ നിന്ന് ദൂരെ വന്ന ശേഷവും ഇവിടെയുടെ ശത്രുക്കളോട് ഏറ്റുമുട്ടുകേണ്ടി വന്നാൽ വലിയ ഇഷ്ടമാണ്. നമുക്ക് മറ്റെന്തെങ്കിലും വനത്തിൽ പോകാം. കിരാതന്മാർ സമാധാനമായി കഴിഞ്ഞുകൊള്ളട്ടെ. അസാധ്യം. കിരാതന്മാരെ ഭയന്ന് നാം ഇവിടം വിട്ടു പോവുകയോ? ഭീമൻ ജീവിച്ചിരിക്കുമ്പോൾ കിരാതന്മാർ പരാക്രമം കാണിക്കുമെന്നോ? ഭീമൻ ക്രുദ്ധനായി ചോദിച്ചു. യുധിഷ്ഠിരൻ പറഞ്ഞു. ഹിംസയും ക്രോധവും ദുഃഖത്തിന് കാരണമാകുന്നു. അത് ഇരുപക്ഷത്തിനും ഹിതകരമല്ല. ഹിംസയിലൂടെ ലഭിക്കുന്ന വിജയത്തിന്റെ ഫലമായി ധനവും സമ്പത്തും രാജ്യവും നേടുവാൻ കഴിയും. എന്നാൽ ശാന്തിയും സ്നേഹവും ആനന്ദവും ലഭിക്കുകയില്ല. വിപ്ലവം ഇപ്പോഴും ഹിംസയുടെ മാർഗത്തിൽ മാത്രം ചലിക്കുന്നില്ല. ശത്രുവിനെ വശത്താക്കുവാൻ മറ്റൊരു മന്ത്രം കൂടിയുണ്ട്. ആ മന്ത്രം ദ്രൗപദിക്കറിയാം. കാമികവനത്തിൽ സമാധാനത്തോടെ കഴിച്ചുകൂടുവാനുള്ള വ്യവസ്ഥ അവർ ചെയ്താൽ നന്നായിരിക്കും. യുധിഷ്ഠിരന്റെ സൂചന എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു. കാമികവനത്തിൽ ഉച്ചനീചത്വമോ ജാതിഭേദമോ ഉണ്ടായിരിക്കുകയില്ല. ഏകലവ്യനോട് കാണിച്ച അന്യായത്തിന് പ്രായശ്ചിത്തം ചെയ്യാം. കിരാതന്മാർക്ക് ആര്യന്മാരോടുള്ള ദേഷ്യവും യഥാർത്ഥമാകും. എന്നാൽ അവരെ സഖ്യത്തിന്റെ ശൃംഖലയിൽ ബന്ധിച്ച ആര്യന്മാരെയും അരിയതന്മാരെയും യോജിപ്പിക്കേണ്ടതായിരിക്കുന്നു. എൻ്റെ കയ്യിൽ അക്ഷയപാത്രമുണ്ട്. കാമികവനത്തിൽ കിരാതന്മാരും പാണ്ഡവന്മാരും നിത്യവും ഒരുമിച്ച് ഭക്ഷണം കഴിക്കും. ഞാൻ തന്നെ ഭക്ഷണം വിളമ്പിക്കൊടുക്കും. എല്ലാവരുടെയും എച്ചിലെല്ലാം ഞാൻ എടുത്തുകൊള്ളാം. അർജുനൻ സന്തോഷത്തോടെ പറഞ്ഞു. സഖാവിന്റെ ശിഷ്യനാണല്ലോ. ഞാൻ ചിരിച്ചുകൊണ്ട് പതുക്കെ പറഞ്ഞു. പെട്ടെന്ന് ഇടിമുഴക്കം പോലെ ഒരു ശബ്ദം കേട്ടു. സഹദേവൻ പറഞ്ഞു. അത് ഇടിമുഴക്കമല്ല. കിർമീകൻ എന്ന കരാതൻ യുദ്ധത്തിന് വിളിക്കുന്നതാണ്. കിർമീകൻ ഇവിടുത്തെ കിരാതന്മാരുടെ കുലപതിയാണ്. യുവാവാണ്. നിർഭയന് പരാക്രമിയുമാണ്. ക്ഷത്രിയരുടെയും ബ്രാഹ്മണരുടെയും രക്തദാഹിയാണ്. ഇന്നയാൾക്ക് അവസരം കിട്ടിയിരിക്കുന്നത്. നമ്മൾ മഹാ ആപത്തിൽ പെട്ടിരിക്കുന്നു. പർവ്വതം അടർത്തിയെടുത്ത് കടലിൽ എറിയുവാൻ കഴിയുള്ളവനാണ് കിർമീകൻ. ഭഗവാന് മാത്രമേ നമ്മെ സഹായിക്കുവാൻ കഴിയൂ. അപ്പോഴേക്കും ഭീമൻ ഗതയും ചുഴറ്റിക്കൊണ്ട് അങ്ങോട്ടോടി. എല്ലാവരും സ്തംഭിച്ചു നിന്നു. യുധിഷ്ഠിരൻ വിഷാദത്തോടെ പറഞ്ഞു. വനവാസം തുടങ്ങിയ ദിവസം തന്നെ ഭൂമിയിൽ രക്തം വീഴ്ത്തണമല്ലോ. ഇതിലും വലിയ നിർഭാഗ്യമുണ്ടോ? വേറെ ഉപായം എന്തുണ്ട്? ഭീമൻ അയാളെ വധിക്കുമെന്ന് എനിക്കറിയാം. ശത്രുവിനെ നശിപ്പിക്കുന്നതിലൂടെ ശത്രുത അവസാനിക്കുന്നില്ല. ഇന്ന് കിർമീകൻ മരിച്ചാൽ നാളെ മറ്റൊരു കിരാതനെ നേരിടേണ്ടി വരും. ഒരുപക്ഷെ കിരാതന്മാരെല്ലാം ഒത്തുചേർന്ന് നമ്മളെ ആക്രമിച്ചെന്ന് വരാം. ഭീമനും അർജുനനും കിരാതവംശത്തെ നശിപ്പിക്കുകയും ചെയ്യും. എങ്കിലും കിരാതന്മാർ ബ്രാഹ്മണരും അവരുടെയും ശത്രുരുടെയും സർവകാല ശത്രുക്കളായി തീരും. ഭൂമിയിലെമ്പാടും 2 ജാതികൾ തമ്മിൽ വൈര്യം നിലനിൽക്കും. അത് ലോകത്തിന് തന്നെ ആപത്താകും. കിർമീകനെ രക്ഷിച്ചാൽ കിരാതന്മാർക്ക് പാണ്ഡവന്മാരുടെ ഇടയിൽ മൈത്രിയുടെ പാലം പണിയുവാൻ കഴിയും. പക്ഷേ ഭീമനിൽ നിന്നും കിർമീകനെ രക്ഷിക്കുവാൻ ദ്രൗപദിക്ക് മാത്രമേ കഴിയൂ. യുധിഷ്ഠിരൻ പറഞ്ഞു. എനിക്ക് മനസ്സിലായി. ഞാൻ ധൈര്യപൂർവ്വം അങ്ങോട്ട് ചെന്നു. ഭീമൻ കിരാതനെ തറയിൽ വീഴ്ത്തി ഗതകൊണ്ട് തുരുതുര അടിക്കുന്നതാണ് കണ്ടത്. കിർമീകൻ കൈകൂപ്പി മാപപേക്ഷിക്കുന്നു. പക്ഷേ ഭീമൻ കേൾക്കുന്നില്ല. ഭീമൻ അവസാനത്തെ പ്രഹരം ഏൽപ്പിക്കുവാൻ തുടങ്ങുമ്പോഴേക്കും ഞാൻ മുൻപോട്ട് ചെന്ന് പറഞ്ഞു. കിർമീകനെ രക്ഷിക്കണേ പ്രഭു. ഭീമന്റെ കൈ പെട്ടെന്ന് നിശ്ചലമായി. ഭീമന്റെ രൗദ്രരൂപം കണ്ട് ഞാൻ പൊടുതന്നെ ഇരുകർത്താവി മൂടെയായി. ഞാൻ ബോധരഹിതയായി. കിരാതൻ രക്ഷപ്പെട്ടെന്ന് പിന്നീട് മനസ്സിലായി. ദേവിയുടെ അചോചിതമായ ശരീരം ഭൂമിയിൽ കിടക്കുന്നത് അയാൾ കണ്ടു. അയാൾ ഓടിപ്പോയി അരുവിയിൽ നിന്ന് വെള്ളം കൊണ്ടുവന്നു. മുഖത്ത് തെളിച്ച്. എന്നിട്ട് പാദം തടവി. ഞാൻ കണ്ണു തുറന്നു. ഭീമൻ എൻ്റെ തലക്കിലും കിർമീകൻ കാൽക്കലും ഇരിക്കുന്നു. മറ്റു പാണ്ഡവന്മാർ എനിക്ക് ചുറ്റും നിൽക്കുന്നു. എനിക്ക് ബോധം വീണ്ടും കിട്ടിയപ്പോൾ എല്ലാവർക്കും ആശ്വാസമായി. കിർമീകൻ കണ്ണുനീർ തുടച്ചുകൊണ്ട് ചോദിച്ചു. അമ്മേ ദേവി, അവിടുന്ന് ആരാണ്? പാർവതിയോ ലക്ഷ്മിയോ? ഈ അധമനെ രക്ഷിക്കുവാൻ വേണ്ടി അവിടുന്ന് അപകടത്തിൽ ചാടി വീണു. അമ്മയെ ഞാൻ ഈ കടം എങ്ങനെ വീട്ടും? എന്നോട് എന്തെങ്കിലും ആജ്ഞാപിക്കാനുണ്ടോ? കിർമീകന്റെ നിഷ്പകടമായ ഹൃദയത്തിലെ വാക്കുകൾ കേട്ട് ഞാൻ എൻ്റെ ദുഃഖം പറഞ്ഞു. കിർമീക, അമ്മ എന്ന് വിളിച്ച ശേഷം മറ്റെന്താണ് അറിയുവാനുള്ളത്? പ്രായഭേദമന്യേ സ്ത്രീ മാതാവാണ്. പാഞ്ചപാണ്ഡവന്മാരുടെ പത്നിയായ ദ്രൗപദിക്ക് കിർമീകന്റെ അമ്മയാകുവാൻ കഴിയുകയില്ലേ? കിർമീകൻ മിങ്ങിപ്പൊട്ടി. അമ്മ എന്നോട് ക്ഷമിക്കണം. മഹാറാണി ദ്രൗപദി വനവാസത്തിന് പോയെന്ന വിവരം ഞാൻ അറിഞ്ഞിരുന്നു. എന്നാൽ കാമികവനത്തിലെത്തിയ വിവരം ഞാൻ അറിഞ്ഞില്ല. എത്ര കാലം വേണമെങ്കിലും നിങ്ങൾക്കിവിടെ താമസിക്കാം. ഒരു തടസ്സവുമില്ല. ഇവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുകയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ഭർത്താക്കന്മാരെ ഇപ്പോഴും കിരാതകുലൻ ശത്രുക്കളായി കരുതുന്നുവെങ്കിൽ ഞങ്ങൾ കാമികവനം ഉപേക്ഷിച്ച് പോകാം. പാണ്ഡവന്മാർ ഒരിക്കലും ശബരന്മാരെ താണവരായി കരുതിയിട്ടില്ല. എല്ലാ മനുഷ്യരും സമന്മാരാണെന്നാണ് അവർക്ക് അഭിപ്രായമുള്ളത്. അതുകൊണ്ടാണ് ദ്രൗപദി അവരെ പാണിഗ്രഹണം ചെയ്തത്.
തുടരും.